തുടങ്ങുമ്പോഴാണ് യഥാർത്ഥമായ സമാധാനം നമ്മൾ സാധ്യമായിത്തീരുന്നത്. അപ്പൊ കലഹത്തിന്റെ ഒരു കാരണം മറ്റുള്ളവരുടെ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ കഴിയാതെ പോകുന്നു. നാം ദൈവസന്നിധിയിൽ നാം കീഴടങ്ങുമ്പോൾ യഥാർത്ഥ സമാധാനം നമ്മിലേക്ക് കടന്നു വരുന്നു. കലഹങ്ങൾ അവോയ്ഡ് ചെയ്യപ്പെടുവാൻ സാധ്യമായി തീരുന്നു. 4-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ലോകസ്നേഹവും ദൈവസ്നേഹവും, ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ ഗോഡ്, ദ സെയിം ടൈം ദ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വേൾഡ്. ലോകസ്നേഹവും ദൈവസ്നേഹവും. അപ്പോൾ ലോകത്തിന്റെ പാപപരമായ വഴികളോടുള്ള സ്നേഹം ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് വിരുദ്ധമാണെന്ന് യാക്കോബ് നമ്മെ പഠിപ്പിക്കാം. എന്താ പറയാം? ലോകത്തിന്റെ പാപപരമായ വഴികളോടുള്ള സ്നേഹം ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് വിരുദ്ധമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവജനങ്ങൾ ലോകത്തിന്റെ മൂല്യങ്ങൾ പിന്തുടരുമ്പോൾ ആത്മീയ വ്യഭിചാരത്തിന് തുല്യമെന്നാണ്. യാക്കോബ് വിളിക്കുന്നു, വ്യഭിചാരിണികളായുള്ളവരെ. അപ്പോൾ ദൈവജനങ്ങൾ ലോകത്തിന്റെ മൂല്യങ്ങൾ പിന്തുടരുമ്പോൾ, ലോകത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ ആത്മീയ വ്യഭിചാരത്തിന് തുല്യമാണ്. എന്നാൽ ദൈവം വിനയമുള്ളവർക്ക് കൃപകൾ നൽകുന്നു. 4-ാം അധ്യായത്തിന് 4 മുതൽ 6 വരെ വളരെ ശക്തമായ നിലയിൽ ലോകസ്നേഹം അത് ദൈവത്തോട് ശത്രുത്വം, ലോകത്തോടുള്ള സ്നേഹം ഗോഡ്ലി അഗൻസ്റ്റ് ദ ഗോഡ്, ദൈവത്തോട് ലോകസ്നേഹം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന വിഷയമായി തിരിക. ദൈവം നമ്മുടെ പൂർണ്ണ സമർപ്പണം ആഗ്രഹിക്കുന്നു. വിനയമുള്ളവർക്ക് കർത്താവ് കൃപ നൽകുന്നു. എത്രമാത്രം ദൈവസന്നിധിയിൽ നമുക്ക് താഴുവാൻ കഴിയുമോ അത്രമാത്രം ദൈവം നമ്മെ ഉയർത്തും. ആ ഒരു വലിയ ആത്മീയ സത്യം യാക്കോബ് നമുക്ക് നൽകി തരികയാണ്. 4-ാം അധ്യായം 7 മുതൽ 10 വരെ ഒന്ന് വായിച്ചാൽ. 4-ാം അധ്യായം 7 മുതൽ 10 വരെ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ആമേൻ. Amen. Submit yourselves to God. Submit ourselves to God. നാം ദൈവത്തിന് കീഴടങ്ങണം. ദൈവത്തിന് കീഴടങ്ങുക. അപ്പോൾ ചെയ്യേണ്ടത് പിശാചിനെ ഒപ്പം തന്നെ നാം എതിർക്കുക, ദൈവത്തോട് അടുക്കുക, പാപത്തിൽ നിന്ന് നാം ദൂരെയായി പോവുക. അല്ലെങ്കിൽ പാപത്തിന് ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ഒന്ന് ദൈവത്തിന് കീഴടങ്ങുക, പിശാചിനെ എതിർക്കുക, ദൈവത്തോട് അടുക്കുക, പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടുക. നാം ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം നമ്മോട് അടുക്കുന്നു. One who is nearer to God. ദൈവത്തോട് നാം അടുത്തടുത്ത് വരുമ്പോൾ ദൈവം നമ്മോട് അടുക്കുന്നു എന്നുള്ള വലിയ ആത്മീയ സത്യം യാക്കോബ് നമുക്ക് നൽകി തരിക. അപ്പോൾ ആത്മീയ വിജയത്തിന്റെ തുടക്കം
ദൈവത്തിന് കീഴടങ്ങുന്നതിലൂടെയാണ്. ദൈവസന്നിധിയിൽ താഴ്ന്ന ഒരു അനുഭവമാണ് ആത്മീയ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ആത്മീയ വിജയത്തിന്റെ തുടക്കം. ആത്മീയ ജീവിതത്തിൽ നാം വിജയിക്കണമെങ്കിൽ ദൈവത്തിന് കീഴടങ്ങണം. യഥാർത്ഥ മാനസാന്തരം ദൈവത്തോടുള്ള ബന്ധം ദിനംതോറും പുതുക്കുന്നു. ഈ വലിയ സത്യം യാക്കോബ് നമ്മെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥ മാനസാന്തരം ദൈവത്തോടുള്ള ബന്ധം പുതുക്കുവാനായിട്ടിടയാക്കി എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ മാനസാന്തരമുള്ള വ്യക്തി എപ്പോഴും ദൈവത്തോട് അടുത്തടുത്തടുത്ത് വരും. 4-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പരസ്പരം കുറ്റം പറയരുത്. ഡോണ്ട് സ്പീക്ക് ഈവിൾ എഗൻസ്റ്റ് വൺ അനദർ. അപ്പോൾ പരസ്പരം നാം കുറ്റം പറയരുത്. വിശ്വാസികൾ തമ്മിൽ അപവാദം പറയുകയോ പരസ്പരം വിധിക്കുകയോ ചെയ്യരുത്. വിധി പറയാനുള്ള അവകാശവും അധികാരവും ദൈവത്തിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ യാക്കോബ് ശക്തമായ ഒരു ആലോചന ഇവിടെ പറഞ്ഞു തരുന്നത്, നാം ഈവിൾ തിങ്സ് മറ്റുള്ളവർക്കെതിരായി നാം പറഞ്ഞു നടക്കരുത്. അപ്പോൾ ദൈവമക്കളെ കുറിച്ച് ദൈവത്തിന്റെ ഒരു ഉദ്ദേശം അതിങ്ങനെയാണ്: ദൈവമക്കൾ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും പരസ്പരം കീഴടങ്ങുകയും കരുണ കാണിക്കുകയും ചെയ്യണം. ഈ വലിയ ആത്മീയ സത്യം യാക്കോബ് നമുക്ക് നൽകി തരും. ഇനിയും 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 4-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നു ഇന്നതിന് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസ എല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. ആമേൻ. നാളെയെക്കുറിച്ചുള്ള അഹങ്കാരത്തിന്റെ വാക്കുകൾ, ബോസ്റ്റിംഗ് എബൌട്ട് ടുമോറോ. യാക്കോബ് വലിയ ആത്മീയ സത്യം നമുക്ക് നൽകുന്നത്, ഇവിടെ ചിലർ പറയുന്ന ചില കാര്യങ്ങൾ യാക്കോബ് പറയും: നാളെ ഞങ്ങൾ ഇവിടെ പോകും, ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോകും, അവിടെ ചെന്ന് വ്യാപാരം ചെയ്യും എന്ന് ദൈവത്തെ കൂടാതെ, ദൈവത്തെ പരിഗണിക്കാതെ പദ്ധതികൾ ഇടുന്നു. എന്നാൽ മനുഷ്യജീവിതം മഞ്ഞുപോലെയാണ്. അത് അല്പസമയം കഴിയുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് യാക്കോബ് പറയുന്നത്, നാം പറയേണ്ടത് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ, ദൈവമേ അങ്ങയുടെ ഹിതമാണെങ്കിൽ, അങ്ങയ്ക്ക് ഹിതമുണ്ടെങ്കിൽ എന്ന ഭാവത്തിൽ ദൈവമക്കൾ വിനയത്തോടെ ജീവിക്കണം. പോസ്റ്റിംഗ് എബൌട്ട് ടുമോറോ, നാളെ ഇന്നതായി തീരും, നാളെ ഇന്നതായി തീരും, നാളെ ഇന്നയൊക്കെ ഞങ്ങൾ ചെയ്യും എന്ന് നാം ചിന്തിക്കുന്നുവെങ്കിൽ അത് മിഥ്യയായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ദൈവത്തോട് ആലോചന കഴിച്ച് ദൈവത്തോടൊപ്പമായി, ദൈവമേ അങ്ങയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഇഫ് യു ആർ വില്ലിംഗ്, അങ്ങയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്ന ഭാവത്തിൽ
വിനയത്തോടെ ജീവിക്കണം. ദൈവമാണ് നമ്മുടെ ജീവിതത്തിന്റെയും ഭാവിയുടെയും യഥാർത്ഥ അധിപൻ. ദൈവമാണ് നമ്മുടെ ജീവിതത്തിന്റെയും നമ്മുടെ ഭാവിയുടെയും യഥാർത്ഥ അധിപൻ. അപ്പൊ 4-ാം അധ്യായത്തിൽ അതിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നാം അല്പമായി ചിന്തിച്ചത്, അത് 1 കലഹങ്ങളുടെ കാരണം, 2 ലോക സ്നേഹവും ദൈവസ്നേഹവും, 3-ാമതായിട്ട് വരുമ്പോൾ ദൈവത്തിന് കീഴടങ്ങുക, പരസ്പരം കുറ്റം പറയരുത്, നാളെയെ കുറിച്ചുള്ള അഹങ്കാരം നമ്മളിൽ പാടില്ല. ഇങ്ങനെ വളരെ ശക്തമായ വചനങ്ങൾ യാക്കോബ് നമുക്ക് നൽകി തരും. ഇനി നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാം. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ സമ്പന്നർക്കുള്ള മുന്നറിയിപ്പാണ്. വാണിംഗ് ടു ഒപ്രസീവ് റിച്ച് പീപ്പിൾ. 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവേൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചു പോയി. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് കുളച്ച് കുലദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു. അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. ആമേൻ. സമ്പന്നർക്കുള്ള മുന്നറിയിപ്പാണ്. വാണിംഗ് ടു റിച്ച് പീപ്പിൾ. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ സമ്പാദിച്ചതൊക്കെ പുഴുവരിച്ചും ദ്രവിച്ചും കാലഹരണപ്പെട്ടും ഒക്കെയായി തീർന്നിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് നിങ്ങൾ സമ്പാദിച്ചത്? നിങ്ങൾ ദരിദ്രരെ ചൂഷണം ചെയ്ത് സമ്പാദിച്ച സമ്പത്തിനെ കുറിച്ച് ഒരു വലിയ മുന്നറിയിപ്പാണ്. സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. പഴയ വിശുദ്ധന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ വലിയ സമ്പന്ന, മഹാസമ്പന്നർ. പക്ഷേ അന്യായമായി സമ്പാദിച്ച ധനം ദൈവത്തിന്റെ ന്യായവിധി ദിവസത്തിൽ ഒരു സാക്ഷിയായി മാറുമെന്നാണ് പറയുന്നത്. അന്യായമായി സമ്പാദിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് യാക്കോബ് മുന്നറിയിപ്പ് നൽകുന്നത്. സമ്പത്തൊരിക്കലും പാപമല്ല, എന്നാൽ അതിന്റെ ദുരുപയോഗവും അത് മുഖാന്തരം ഉണ്ടാകുന്ന അനീതിയും ഒരിക്കലും ദൈവം ക്ഷമിക്കുകയില്ല. ഈ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ സമ്പന്നരായവർക്ക്, അന്യായമായി സമ്പാദിച്ചിട്ടുള്ളവർക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പ് യാക്കോബ് നൽകുന്നു. ഇനി 5-ാം അധ്യായത്തിന് 7 മുതൽ 11 വരെ പറയുന്നു, ക്ഷമയോടെ കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. പേഷ്യൻസ് ഇൻ സഫറിങ്. കഷ്ടതയുടെ നടുവിൽ ക്ഷമയോടെ കാത്തിരിക്കുക. 7 മുതൽ 11 വരെ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ.
നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച് പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുവിൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സിൽ അലിവുള്ളവനും അല്ലോ. ആമേൻ. ആമേൻ. ക്ഷമയോടെ കാത്തിരിക്കുക. പേഷ്യൻസ് ഇൻ സഫറിംഗ്. കർത്താവിന്റെ വരവ് വരെ ക്ഷമയോടെ കാത്തിരിക്കുവാൻ. സെക്കൻഡ് കമ്മിങ്, കർത്താവിന്റെ വരവ്. ആ വരവില് വരെ ക്ഷമയോടെ കാത്തിരിപ്പാൻ യാക്കോബ് വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുക. ഒരു ഉപമയോടെ പറയുന്നത്, ഉദാഹരണം പറയുന്നത്, കർഷകൻ മുൻമഴയ്ക്കും പിൻമഴയ്ക്കുമായി കാത്തിരിക്കുന്നു. മുൻമഴ ലഭിക്കുമ്പോൾ സന്തോഷമാണ് വിളവിറക്കുവാൻ. ശേഷമായി പിൻമഴ, അതാത് സമയങ്ങളിൽ അത് ലഭിക്കുമ്പോൾ ഒരു കൃഷിക്കാരൻ വിളവിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അങ്ങനെ കർത്താവിന്റെ വരവിന് വേണ്ടി വിശ്വാസികൾ ക്ഷമയോടെ കാത്തിരിക്കണം. സഹിഷ്ണുതയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പ്രവാചകന്മാരെയും യോബിനെയും മാതൃകകളാക്കി യാക്കോബ് കാണിക്കുന്നു. എത്രയോ പ്രവാചകന്മാർ അവരനുഭവിച്ച കഷ്ടതകൾ, ദൈവത്തിന്റെ ശബ്ദത്തിന് മുൻപിൽ അവർ കീഴടങ്ങിയിരുന്നത്, ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചത്, ഞെരുക്കത്തിന്റെ അപ്പവും കഷ്ടത്തിന്റെ കണ്ണുനീരും അവർ കുടിച്ചത്. ഇങ്ങനെ യോബിന്റെ സഹിഷ്ണുത, യോബിന്റെ കഷ്ടത, അത് പ്രാണതുല്യം സ്നേഹിച്ച സ്നേഹിതന്മാർ തന്നെ പഴിക്കുമ്പോഴും ദുഷിക്കുമ്പോഴും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുമ്പോഴൊക്കെ അവനെന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ആ സഹിഷ്ണുത ഇത് പ്രവാചകന്മാരെയും യോബിനെയൊക്കെ മാതൃകയായി യാക്കോബ് പറഞ്ഞിട്ട്, ക്രിസ്തുവിന്റെ, യേശു കർത്താവിന്റെ രണ്ടാം വരവിലുള്ള പ്രത്യാശ വിശ്വാസികൾക്ക് സകല ശക്തി നൽകുന്നു എന്ന് പറയുന്നു. ക്രിസ്ത്യാനികൾ സകലതും സഹിച്ച് സഹിഷ്ണുതയോടെ മുൻപോട്ട് പോകുന്നു. അതിന് കാരണം മുൻപിലുള്ള ഒരു വലിയ പ്രത്യാശയാണ്, കർത്താവിന്റെ രണ്ടാം വരവ്. ലോകത്തിലുള്ള മറ്റെല്ലാവരെക്കാളും ദൈവമക്കൾ കഷ്ടത സഹിക്കുന്നു, അവർ സഹിഷ്ണുതയുള്ളവരായി തീരുന്നു. കാരണം എന്താ? ഒരു വലിയ പ്രത്യാശയുണ്ട്, കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. ഇതിനെ യാക്കോബ് അടിവരയിട്ട് ഈ വാക്യങ്ങളിൽ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അത് പറയുകയാണ്. അപ്പം കർത്താവിന്റെ രണ്ടാം വരവിലുള്ള പ്രത്യാശ വിശ്വാസികൾക്ക് സകല ശക്തി നൽകുന്നു. ഇനി 5-ന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. 5-ന്റെ 12-ാമത്തെ വാക്യം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഹല്ലേലൂയ. വിശേഷാൽ സഹോദരന്മാരെ, സ്വർഗത്തെയും ഭൂമിയെയോ മറ്റ് യാതൊന്നിനെയോ ചൊല്ലി സത്യം ചെയ്യരുത്. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. ആമേൻ. സത്യസന്ധമായ വാക്കുകൾ, ദ ഇന്റഗ്രിറ്റി ഓഫ് ക്രിസ്ത്യൻ സ്പീച്ച്. ദൈവമക്കളുടെ വാക്കുകൾക്ക് വിലയുണ്ട്. വിശ്വാസത്തോടെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും, വിലയുണ്ട്. ഈ മർമ്മം യാക്കോബ് നമുക്ക് നൽകി തരിക. പറയുന്നു, അനാവശ്യമായി സത്യം ചെയ്യരുത്. അതേ എങ്കിൽ അതെ, അല്ല എങ്കിൽ അല്ല. കർത്താവ് പറഞ്ഞു,
നിങ്ങളുടെ വാക്ക് അത് സത്യസന്ധമായിരിക്കണം. ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ്. ഇത് ഈ വാക്യം, സത്യസന്ധമായ വാക്കുകൾ, ദ ഇന്റഗ്രിറ്റി ഓഫ് ക്രിസ്ത്യൻ സ്പീച്ച് എന്ന് പറയുമ്പോൾ സുവിശേഷ ഭാഗത്തെ ഒരു ഫൗണ്ടേഷനാണ് ക്രിസ്ത്യൻ സ്പീച്ചിന്റെ, ക്രിസ്തീയ സംസാരത്തിന്റെ ഗോസ്പൽ ഫൗണ്ടേഷൻസ് ഓഫ് ക്രിസ്ത്യൻ സ്പീച്ച് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇച്ചിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവിടെ പറയുന്നത് അത് എങ്കിൽ അങ്ങനെ തന്നെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് എടുത്തു വായിക്കണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. കള്ളസത്യം ചെയ്യരുതെന്ന് സത്യം ചെയ്തത് കർത്താവിന് നിവർത്തിക്കണമെന്ന് പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ടരുത്, അത് അവന്റെ പാദപീഠം. യെരൂശലേമിനെ കൊണ്ടരുത്, അത് മഹാരാജാവിന്റെ നഗരം. നിന്റെ തലയെ കൊണ്ടും സത്യം ചെയ്യരുത്. ഒരു രോമവും വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴിയുകയില്ലല്ലോ. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ആമേൻ. Yes. Let your yes be yes and your no be no. നിങ്ങൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ, ഇല്ല എന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ. ഒരു ചേഞ്ച് പാടില്ല. ദൈവമക്കൾ എന്ത് പ്രതിസന്ധി വന്നാലും പറഞ്ഞ വാക്ക് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയുവാനുള്ള ആർജവം നമുക്കുണ്ടായിരിക്കണം. ശക്തമായിട്ടാണ് യാക്കോബിനെ പഠിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, മത്തായി 15-ന്റെ 18-20, ഈവിൾ വേർഡ്സ്, ദുർവാക്കുകൾ, ദുഷ്ടവാക്കുകൾ, ആഘാത്ത വാക്കുകൾ എവിടെന്നാ വരുന്ന പറയാൻ അറിയോ? ഇംപ്യൂറൽ ഹെർട്ട്, അശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് ആഘാത്ത വാക്കുകൾ വരുന്നു. ദൈവമക്കളുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. അപ്പൊ ആഘാത്ത വാക്ക് വിശ്വാസികൾ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞാൽ അവന്റെ ഹൃദയം ശുദ്ധമല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് യാക്കോബ് പറയുന്നു, നിങ്ങളുടെ വാക്കുകൾ വിലയുണ്ട്. യെസ് യെസ്, നോ ബി നോ. ഇനിയും ലൂക്കോസിന്റെ സുവിശേഷം 6:45 നല്ല ഹൃദയത്തിൽ നിന്ന് നല്ല വാക്കുകൾ, ഗുഡ് സ്പീച്ച് comes from a godly heart എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല ഹൃദയത്തിന് ഗോഡ്ലി ഹേർട്ട് ആണ്. ഗുഡ് ഹേർട്ട് നമുക്ക് പറയാമെങ്കിൽ ഗോഡ്ലി ഹേർട്ട് ആണ്. ദൈവം വസിക്കുന്ന ഹൃദയത്തിൽ നല്ല വാക്കുകൾ, ലാവണ്യ വാക്കുകൾ. മത്തായി 23-ന്റെ 16 മുതൽ 22 വാക്യം വായിക്കുമ്പോൾ പറയുന്നു, ആകാത്ത സത്യങ്ങൾ ചെയ്യുന്നവരെ ദൈവം ന്യായം വിധിക്കുന്നു. അപ്പോൾ ദൈവമക്കൾ അവരുടെ വാക്കുകൾ എത്രമാത്രം സൂക്ഷിക്കണം. ഈ ഒരു കാര്യം യാക്കോബ് ഇവിടെ ശക്തമായി പഠിപ്പിക്കുകയാണ്. ക്രിസ്ത്യാനികളുടെ വാക്കുകൾ അല്ലെങ്കിൽ ദൈവമക്കളുടെ വാക്കുകൾ സത്യസന്ധവും വിശ്വസ്തവുമായിരിക്കണം. ക്രിസ്ത്യാനികളുടെ വാക്കുകൾ, ദൈവമക്കളുടെ വാക്കുകൾ സത്യസന്ധവും വിശ്വസ്തവുമായിരിക്കണം. 5-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വളരെ ഇമ്പോർട്ടൻസ്. പ്രാർത്ഥനയുടെ ശക്തി. Prayer in every situation, the power of prayer in every situation. ഏത് സാഹചര്യത്തിലും പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ ശക്തി. 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം. ഹല്ലേലൂയ.
5-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം ഉഴുത്തിട്ട് മരണത്തെ പേറുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ആമേൻ. ആമേൻ. ഫസ്റ്റ് ചാപ്റ്ററില് പഠിച്ചപ്പോൾ നമ്മൾ ഈ വിഷയം ഞാൻ ഇവിടെ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കഷ്ടതയിലുള്ളവർ പ്രാർത്ഥിക്കണം, സന്തോഷമുള്ളവർ സ്തോത്രം പാടണം. രോഗികളായവർ സഭയിലെ മൂപ്പന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഇങ്ങനെ 2-3 വട്ടം കാര്യങ്ങൾ യാക്കോബ് ഇവിടെ പറയുന്നുണ്ട്. കഷ്ടതയിൽ ഉള്ളവർ പ്രാർത്ഥിക്കണം, സന്തോഷമുള്ളവർ പാട്ട് പാടണം, സ്തോത്രം പാടണം. രോഗികളായ സഭയിലെ മൂപ്പന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം. ഇവിടെ ഏലിയാവിന്റെ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഏലിയാവിന്റെ ജീവിതം പ്രാർത്ഥനയുടെ ശക്തിക്ക് ഉദാഹരണമായി യാക്കോബ് ചൂണ്ടിക്കാണിക്കുന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനിയും മഴ പെയ്യാൻ പാടില്ല. പ്രാർത്ഥനയുടെ ശക്തി നോക്കിയേ. പ്രാർത്ഥന വിശ്വാസിയുടെ ഏറ്റവും വലിയ ആത്മീയ ആയുധമാണ്. ദൈവം തന്റെ ജനങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുകയും ചെയ്യുന്നു. പ്രാർത്ഥനയുടെ പവറിനെ കുറിച്ച്, പവർ ഓഫ് പ്രയർ, മണിക്കൂറുകൾ പഠിച്ചാലും തീരാത്ത വിഷയമാണ്. അതിന്റെ നക്ഷല് മാത്രം പറഞ്ഞു പോവുകയാണ്. ഇനി 5-ാം അധ്യായത്തിന്റെ 19-20 വാക്യം കൂടെ. 5-ാം അധ്യായത്തിന്റെ 19-20. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ. ഹല്ലേലൂയ. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. വഴി തെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരിക. റീസ്റ്റോറിംഗ് ദ വാണ്ടറിംഗ് ബിലീവർ. ദൈവസന്നിധിയിൽ വന്ന് മടങ്ങിപ്പോയ, വഴി തെറ്റിപ്പോയ ഒരു വിശ്വാസിയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം. പോയവൻ പോകട്ടെ എന്നല്ല, റീസ്റ്റോർ ചെയ്യണം, തിരികെ കൊണ്ടുവരണം, യഥാസ്ഥാനപ്പെടുത്തണം. ഇതൊരു വലിയ ആത്മീയ ശുശ്രൂഷയാണ്. സത്യത്തിൽ നിന്ന് വഴിതെറ്റിയ ഒരു വിശ്വാസിയെ തിരികെ കൊണ്ടുവരുന്നവർ ചെയ്യുന്നത് വലിയ ഒരു ആത്മീയ ശുശ്രൂഷയാണ്. സഭയിലെ അംഗങ്ങൾ പരസ്പരം ആത്മീയ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി ഇൻ എ ചർച്ച്. പരസ്പരം ആത്മീയ ഉത്തരവാദിത്വം ദൈവമക്കൾ ഏറ്റെടുക്കണം. വഴിതെറ്റിയവരെ സ്നേഹത്തോടെ തിരികെ കൊണ്ടുവരുന്നത് ദൈവത്തിന് പ്രസാദകരമാണെന്ന്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. റീസ്റ്റോറിംഗ് ദ വാണ്ടറിംഗ് ബിലീവർ. വഴിതെറ്റിപ്പോയ, ഇറങ്ങിപ്പോയ ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ യാക്കോബിന്റെ ലേഖനം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ നമ്മളൊന്ന് കവർ ചെയ്യാൻ ഇടയായി. ഇനിയും 4-5 അധ്യായങ്ങളിലെ ആത്മീയമായ സത്യങ്ങൾ, പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ
major theological themes in James chapter 4 and 5. 4-5 അധ്യായങ്ങളിലെ പ്രധാന വിഷയങ്ങൾ. ഒന്ന്, ദൈവസന്നിധിയിൽ വിനയമുള്ളവരായി തീരുക. ഹ്യൂമിലിറ്റി ബിഫോർ ഗോഡ്. 4:6 മുതൽ 10 വരെ. ദൈവസന്നിധിയിൽ വിനയം. 4:6 മുതൽ 10 വരെ. ലോകസ്നേഹം ഒഴിവാക്കുക. 2, സെപ്പറേഷൻ ഫ്രം വേൾഡിനെസ്. 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. ലോകസ്നേഹം ഒഴിവാക്കുക. 3, ദൈവഹിതത്തിൽ ആശ്രയിക്കുക. ദൈവഹിതത്തിൽ ആശ്രയിക്കുക. ഡിപ്പെൻഡൻസ് അപ്പോൺ ഗോഡ്സ് സോവറിനിറ്റി. ദൈവഹിതത്തിൽ ആശ്രയിക്കുക. 4:13-17. സമ്പത്തിന്റെ നീതിപൂർവമായ ഉപയോഗം. 4-ാമത്തെ, സമ്പത്തിന്റെ നീതിപൂർവമായ ഉപയോഗം. ജസ്റ്റിസ് ആൻഡ് റൈറ്റസ് യൂസ് ഓഫ് വെൽത്ത്. 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 5-ാമത്തെ പോയിന്റ്, കഷ്ടതകളിൽ സഹിഷ്ണുത. കഷ്ടതകളിൽ സഹിഷ്ണുത. 5:7 മുതൽ 11 വരെ. പേഷ്യൻസ് ഇൻ സഫറിങ്. 6-ാമത്തെ പോയിന്റ്, സത്യസന്ധമായ സംസാര ശൈലി. സത്യസന്ധമായ സംസാര ശൈലി. ഇന്റഗ്രിറ്റി ഇൻ സ്പീച്ച്. 5:12. 7-ാമത്തെ പോയിന്റ്, ദ പവർ ഓഫ് പ്രയർ. 5-ാം അധ്യായം 13 മുതൽ 18 വരെ. പ്രാർത്ഥനയുടെ ശക്തി. പ്രാർത്ഥനയുടെ ശക്തി. 8-ാമത്തെ പോയിന്റ്, വഴിതെറ്റിയവരെ പുനഃസ്ഥാപിക്കൽ. വഴിതെറ്റിയവരെ പുനഃസ്ഥാപിക്കൽ. റെസ്റ്റോറേഷൻ ഓഫ് ദ എറിംഗ് ബിലീവർ. ERRING. എറിംഗ് ബിലീവർ. 5:19-20. 9-ാമത്തെ പോയിന്റ്, കർത്താവിന്റെ 2-ാം വരവിനായുള്ള പ്രത്യാശ. കർത്താവിന്റെ 2-ാം വരവിനായുള്ള പ്രത്യാശ. 5-ാം അധ്യായം 7-8. എക്സ്പെക്ടേഷൻ ഓഫ് ക്രൈസ്റ്റ് റിട്ടേൺ. കർത്താവിന്റെ 2-ാം വരവിനായുള്ള പ്രത്യാശ. 10-ാമത്തെ പോയിന്റ്, പ്രവൃത്തികളിലൂടെ പ്രകടമാകുന്ന യഥാർത്ഥ വിശ്വാസം. ഈ അധ്യായങ്ങളില് നമുക്ക് കാണാൻ കഴിയുന്നത് വിശ്വാസം വെറും വാക്കുകളിൽ മാത്രമല്ല, വിനയം, വിശുദ്ധി, പ്രാർത്ഥന, സഹനം, സ്നേഹം, നീതി എന്നിവയിലൂടെ ജീവിതത്തിൽ പ്രകടമാക്കണമെന്ന് പഠിപ്പിക്കും. പ്രവൃത്തികളിലൂടെ പ്രകടമാകുന്ന യഥാർത്ഥ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ, വിശ്വാസം അത് വെറും വാക്കുകളിൽ മാത്രമല്ല, വിനയം, വിശുദ്ധി, പ്രാർത്ഥന, സഹനം, സ്നേഹം, നീതി എന്നിവയിലൂടെ ജീവിതത്തിൽ പ്രകടമാണെന്ന് പഠിപ്പിക്കും. ക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങിക്കൊണ്ട് ദൈവഭക്തിയുള്ള ജീവിതം നയിക്കാൻ ഈ ലേഖനത്തിൽ കൂടെ യാക്കോബ് നമ്മളെ പ്രേരിപ്പിക്കും. ഇതൊന്ന് എഴുതിയെടുക്കണം. അടുത്തത് ഇത് എഴുതി യാക്കോബിന്റെ ലേഖനത്തിന്റെ സംക്ഷിപ്ത പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതിയാവും. ഒന്ന്, യാക്കോബിന്റെ ലേഖനം 1
വിശ്വാസമാണ്. ഒന്നാമത്തെ പോയിന്റ് വിശ്വാസം. ക്രിസ്തീസ് എന്നാണ് അതിന്റെ ഗ്രീക്ക് ടേം. എഴുതണമെന്നില്ല. വിശ്വാസം. യാക്കോബിന്റെ പ്രധാന സന്ദേശം പ്രവൃത്തികളില്ലാത്ത വിശ്വാസം ചത്തതാകുന്നു, നിർജീവമാകുന്നു, മരിച്ചതാകുന്നു. പ്രവൃത്തികളില്ലാത്ത വിശ്വാസം ചത്തതാകുന്നു. 2:26. ഇവിടെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുക എന്നർത്ഥമാണ്. യഥാർത്ഥ വിശ്വാസം ജീവിതത്തിൽ മാറ്റം വരുത്തുകയും നല്ല പ്രവൃത്തികൾ ഉളവാക്കുകയും ചെയ്യും. യഥാർത്ഥ വിശ്വാസം ജീവിതത്തിൽ മാറ്റം വരുത്തുകയും നല്ല പ്രവൃത്തികൾ ഉളവാക്കുകയും ചെയ്യും. രണ്ടാമത്തെ പ്രധാന പോയിന്റ് പരീക്ഷണങ്ങളും സഹിഷ്ണുതയും. പരീക്ഷണങ്ങളും സഹിഷ്ണുതയും. 1-ാം അധ്യായത്തിൽ പരീക്ഷണങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറയുന്നു. 1-ാം അധ്യായത്തിലെ പരീക്ഷണങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കണം. അതിന് കാരണം പറയുന്നത്, കാരണം പരീക്ഷണങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു. നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു എന്നത് സഹിഷ്ണുത അല്ലെങ്കിൽ ക്ഷമയോടെ നിലനിൽക്കാൻ നമ്മളെ സഹായിക്കുന്നു. വിശ്വാസം ശക്തിപ്പെടുത്തും. അപ്പോൾ നാം ക്ഷമയോടെ നിലനിൽക്കാൻ നമുക്ക് ആ വിശ്വാസം സഹായകരമായി തീരുന്നു. ഇവിടെ കഷ്ടതകൾ ദൈവം നമ്മെ ആത്മീയമായി വളർത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. കഷ്ടതകൾ ദൈവം നമ്മെ ആത്മീയമായി വളർത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം ജ്ഞാനമാണ്. ജ്ഞാനം, സോഫിയ, ജ്ഞാനം. ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം. ലോകത്തിൽ ലഭിക്കുന്ന ജ്ഞാനമുണ്ട്. എന്നാൽ ഇവിടെ ഒക്കെ ഊന്നി പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം. ജ്ഞാനവും വിവേകവും തമ്മിൽ ഒത്തിരി കമ്പാരിസൺ ഞാൻ പറഞ്ഞതാണ്. ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം അത് വിശുദ്ധമാണ്. 2, അത് സമാധാനപരമാണ്. 3, അത് കരുണയുള്ളതാണ്. 4, അത് വിനയമുള്ളതാണ്. ദൈവത്തിൽ നിന്ന് ജ്ഞാനം വിശുദ്ധമാണ്, അത് സമാധാനപരമാണ്, അത് കരുണയുള്ളതാണ്, അത് വിനയമുള്ളതാണ്. ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം നമ്മുടെ ജീവിത തീരുമാനങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം നമ്മുടെ ജീവിത രീതികളെ, തീരുമാനങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നു. 4-ാമത്തെ പ്രധാനപ്പെട്ട വിഷയം നാവിന്റെ നിയന്ത്രണം. നാവിന്റെ നിയന്ത്രണം. ഗ്ലോസ എന്നുള്ള പദമാണ് ഗ്രീക്ക് പദം. ഗ്ലോസ. 3-ാം അധ്യായത്തിൽ നാവിന്റെ ശക്തിയെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ട് ചെറിയ ഒരു അവയവമായ നാവിന് വലിയ അനുഗ്രഹവും വലിയ നാശവും വരുത്തുവാൻ സാധിക്കും. വലിയ അനുഗ്രഹവും വലിയ നാശവും വരുത്തുവാൻ നാവിന് സാധിക്കും.
നാവിന്റെ നിയന്ത്രണം. ഒരു ക്രിസ്ത്യാനിയുടെ ആത്മീയ പക്വത അവന്റെ വാക്കുകളിൽ പ്രകടമാണ്. ഒരു ദൈവപൈതലിന്റെ പക്വത, ആത്മീയ പക്വത മനസ്സിലാക്കണമെങ്കിൽ അവന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി. അഞ്ചാമത്തെ വിഷയം വിനയമാണ്. വിനയം. 4-ാം അധ്യായത്തിൽ വിനയത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കുന്നുണ്ട്. ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു, വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു. 4:6. ദൈവം അഹങ്കാരികളെ എതിർത്ത് നിൽക്കുന്നു, വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു. 4:6. ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ വിനയം അനിവാര്യമാണ്. 6-ാമത്തെ പോയിന്റ്, ലോകസ്നേഹവും വിശുദ്ധ ജീവിതവും. ലോകസ്നേഹവും വിശുദ്ധ ജീവിതവും. ഇവിടെ ലോകത്തിന്റെ പാപപരമായ വഴികളോട് കൂട്ടുകൂടുന്നത് ദൈവത്തോട് വിരോധമാണെന്ന് പഠിപ്പിക്കുന്നു. ഇത് തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല. വേൾഡ്ലി ലവ് ആൻഡ് ഗോഡ്ലി ലവ്, ലോകത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള സ്നേഹവും ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല. നാം ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ലോകത്തിന്റെ പാപരീതികൾ പിന്തുടരരുത്. ക്രിസ്ത്യാനിയുടെ ജീവിതം ദൈവത്തിന്റെ വിശുദ്ധിയെ പ്രതിഫലിപ്പിക്കണം. നമ്മെ വിശ്വസ്തരെന്നെണ്ണി വിശുദ്ധിക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു. അങ്ങനെ വിശ്വസ്തരെന്നെണ്ണി വിശുദ്ധിക്ക് വേണ്ടി വിളിച്ചിട്ടുള്ള നാം വിശുദ്ധിയെ ലോകത്തിന്റെ മുൻപിൽ പ്രതിഫലിപ്പിക്കുന്നവരായി തീരണം. അശുദ്ധമായ ലോകത്തിൽ വിശുദ്ധിയെ പ്രതിഫലിപ്പിക്കുന്നവരായി നാം തീരണം. ഇനി 7-ാമത്തെ പോയിന്റ്, സാമൂഹിക നീതിയും കരുണയും. സാമൂഹിക നീതിയും കരുണയും. ധനികന്മാർക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ദരിദ്രരെ അവഗണിക്കുകയും ചെയ്യുന്നതിനെ യാക്കോബ് ശക്തമായി വിമർശിക്കുക. അപ്പൊ യഥാർത്ഥ മതം എന്ന 1:27 യാക്കോബ് പറയുന്നത് യഥാർത്ഥമായ ഭക്തി അനാഥരെ സഹായിക്കുക, വിധവമാരെ സംരക്ഷിക്കുക, വിശുദ്ധ ജീവിതം നയിക്കുക. അതാണ് ലോകത്താളുടെ കളങ്കം പറ്റാതോളം തന്നെത്താൻ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. വിശുദ്ധരായി ജീവിക്കുക, വിശുദ്ധ ജീവിതം നയിക്കുക. ദൈവഭക്തി കേവലം ആരാധനയിൽ മാത്രം നാം ഒതുക്കരുത്, അത് കരുണയിലും സേവനത്തിലും പ്രകടമായി തീരണം. വലിയ ആത്മീയ സത്യം ഇവിടെ പഠിപ്പിക്കുന്നു. 8-ാമത്തെ പോയിന്റ്, പ്രാർത്ഥനയുടെ ശക്തി. 5-ാം അധ്യായത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. പ്രൊസേഖ് എന്ന പ്രാർത്ഥന എന്ന് പറയാം. രോഗത്തിനും ദുഃഖത്തിനും സന്തോഷത്തിനും എല്ലാറ്റിനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. രോഗസമയത്ത് പ്രാർത്ഥിക്കണം, ദുഃഖവേളയിൽ പ്രാർത്ഥിക്കണം, സുഖകാലത്തിൽ പ്രാർത്ഥിക്കണം, സന്തോഷവേളയിൽ പ്രാർത്ഥിക്കണം. എല്ലാറ്റിനും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഏലിയാവിന്റെ ജീവിതം പ്രാർത്ഥനയുടെ ഒരു ശക്തമായ ഉദാഹരണം. പ്രാർത്ഥനയുടെ ശക്തി ഏലിയാവിന്റെ ജീവിതം. പ്രാർത്ഥന ദൈവത്തിന്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന മാർഗമാണ്.
ആ പോയിന്റ് നമ്മൾ ഓർത്തിരിക്കണം. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക ശക്തി നമ്മളിലേക്ക് കടന്നു വരിക. പ്രാർത്ഥന ദൈവത്തിന്റെ ശക്തിയെ, ദ പവർ ഓഫ് ദ ഗോഡ്, ദൈവത്തിന്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു മാർഗമാണ് പ്രാർത്ഥന. 9-ാമത്തെ കാര്യം, കർത്താവിന്റെ രണ്ടാം വരവ്. കർത്താവിന്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. കർത്താവിന്റെ രണ്ടാം വരവിനായി നാം കാത്തിരിക്കണം. അപ്പോൾ ക്രിസ്തുവിന്റെ വരവിനുള്ള പ്രത്യാശ നമ്മെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കുന്നു. എന്തിന് നാം കാത്തിരിക്കണം? കർത്താവിന്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കണം. എന്തിന്? കർത്താവ് വരുന്നത് വിശുദ്ധരെ ചേർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വിശുദ്ധരെ ചേർക്കാൻ വേണ്ടി കർത്താവ് വരുന്നു. കർത്താവ് വരുന്നു പ്രത്യാശ നമ്മളിൽ തന്നിട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വരവിനുള്ള പ്രത്യാശ ഒരു പ്രത്യേകത എന്തെത്തിയെന്ന് അറിയാമോ? അത് നമ്മെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കുന്നു. The expectation of Christ coming lead us to a holy life. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശ നമ്മെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായി നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ ആത്മാവിൽ യാക്കോബ് എഴുതുമ്പോൾ ഒരു പോയിന്റൂടെ, 5 അധ്യായത്തിൽ ഒറ്റ പോയിന്റൂടെ, 10-ാമത്തെ പോയിന്റ്, നാം കേൾവിക്കാരല്ല പ്രവർത്തകരാകുക. കേൾവിക്കാരല്ല പ്രവർത്തകരാകുക. 1:22. വചനം കേൾക്കുന്നവർ മാത്രമല്ല, അത് ചെയ്യുന്നവരുമായിരിപ്പീൻ. ക്രിസ്തീയ ജീവിതത്തിന്റെ യഥാർത്ഥ തെളിവ് കുറിച്ച് പറയുന്നത് വചനം അനുസരിക്കുന്നതിനാലാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ തെളിവ് who is obeying the word of God. ദൈവവചനം ഒരുവൻ അനുസരിക്കുന്നെങ്കിൽ അവൻ ക്രിസ്തീയ ജീവിതം അനുകരിക്കുന്നവനാണെന്നുള്ളൊരു തെളിവായി മാറുകയാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ യഥാർത്ഥ തെളിവ് വചനം അനുസരിക്കുന്നതിനാലാണ്. വചനം കേൾക്കുന്നവരായി മാത്രം ഇരിക്കാതെ അത് ചെയ്യുന്നവരായിരിപ്പീൻ. ഇതാണ് യാക്കോബിന്റെ ലേഖനത്തിലെ കേന്ദ്ര സന്ദേശം. യാക്കോബിന്റെ ലേഖനത്തിലെ സെൻട്രൽ തീം ഓഫ് ദ എഫീസൽ ഓഫ് ജെയിംസ് 1:22, 1:22. യാക്കോബിന്റെ ലേഖനത്തിലെ കേന്ദ്ര സന്ദേശം എന്ന് പറയുന്നത് വചനം കേൾക്കുന്നവരായി മാത്രം ഇരിക്കാതെ അത് ചെയ്യുന്നവരായി ജീവിക്കുവീൻ. ഇതാണ് യാക്കോബിന്റെ ലേഖനത്തിലെ സെൻട്രൽ തീം എന്ന് പറയുന്നത്. 1:22. അങ്ങനെ 10 കൂട്ടം കാര്യങ്ങൾ ഈ 5 അധ്യായങ്ങളിലായി യാക്കോബിന്റെ ലേഖനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യാക്കോബ് നമ്മെ പഠിപ്പിക്കുന്നു.